അനൂസ് ഫുഡ് വേൾഡിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ നമ്മുടെ അമൃതം പൊടി ഉപയോഗിച്ചൊരു ഹൽവയാണ്, നമ്മുടെ ഇവിടങ്ങളിലൊക്കെ ഒരപ്പെന്ന് പറയും, അതാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇത് ഞാൻ തയ്യാറാക്കിയിരിക്കുന്നത് നമുക്ക് അംഗനവാടിയിൽ നിന്നൊക്കെ ലഭിക്കുന്ന പൊടിയുണ്ടല്ലോ, 6 മാസം മുതൽ 3 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് കൊടുക്കാൻ വേണ്ടി അംഗനവാടിയിലൂടെ നൽകുന്ന ന്യൂട്രിമിക്സിൻ്റെ പൊടിയാണ്, അമൃതം പൊടി. അപ്പോൾ അത് വെച്ചാണ് തയ്യാറാക്കുന്നത്. നല്ല ഹെൽത്തി ആയിട്ടുള്ള ഹൽവയാണ്. അപ്പോൾ എല്ലാവരും തന്നെ തയ്യാറാക്കി നോക്കുക. സബ്സ്ക്രൈബ് ചെയ്യാത്ത ഏതെങ്കിലും കൂട്ടുകാർ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ആ ബെൽ ബട്ടൺ പ്രസ് ചെയ്യാനായിട്ട് മറന്നു പോകരുത് കേട്ടോ. അപ്പം നമുക്ക് സ്റ്റാർട്ട് ചെയ്താലോ. അപ്പം ഞാനിവിടെ ഒരപ്പം തയ്യാറാക്കാനായിട്ട് അമൃതം പൊടി ഞാൻ ഒരു 1.5 കപ്പാണ് എടുക്കുന്നത്. അപ്പോൾ നമ്മൾ 1.5 കപ്പ് അമൃതം പൊടി എടുക്കുമ്പോൾ 2.5 കപ്പ് വെള്ളം, അതാണ് അതിൻ്റെ ഒരു അളവ്. വെള്ളത്തിന് പകരം ഞാനെടുത്തിരിക്കുന്നത് നാളികേരത്തിൻ്റെ പാലാണ്. ഒരു പകുതി നാളികേരം പിഴിഞ്ഞതിൻ്റെ പാലെടുത്തിട്ടേ ഉള്ളൂ. എല്ലാം കട്ടിയുള്ള പാൽ വേണമെന്നില്ല. നമുക്ക് 2.5 കപ്പിൽ പകുതി നാളികേരപ്പാലും പകുതി വെള്ളമായിട്ട് എടുത്താലും കുഴപ്പമില്ല. ഞാനിപ്പോൾ 2.5 കപ്പും നാളികേരപ്പാലായിട്ടാണ് എടുത്തിരിക്കുന്നത്. ഇന്ന് ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കുകയാണ്. നമുക്ക് കട്ടയില്ലാതെ ഇതിനൊന്ന് ഉടച്ചെടുക്കണം. നന്നായിട്ട് ഇളക്കി മിക്സ് ചെയ്ത് കൊടുക്കുക. നമുക്ക് ഇച്ചിരി വെള്ളം കൂടിപ്പോയാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ, നമുക്കത് വറ്റിച്ചെടുക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഞാൻ വെള്ളം കട്ടയില്ലാതെ ഇത് ഇളക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് ഒരു 2 ടേബിൾ സ്പൂൺ മൈദയാണ്. അതിലോട്ട് കുറച്ച് വെള്ളം, അതിനളവ് പറയുന്നില്ല, ആ മൈദ ഒന്ന് കലങ്ങി കിട്ടാൻ വേണ്ട വെള്ളം ഒഴിച്ചു കൊടുത്ത് നന്നായിട്ട് കലക്കിയെടുക്കാം. ഇതും കട്ടയില്ലാതെ നമുക്കൊന്ന് ഉടച്ചെടുക്കാം. ഒരു ഹൽവയ്ക്കൊക്കെ ഒരു കട്ടി കിട്ടാൻ വേണ്ടിയിട്ടാണ് മൈദ ചേർക്കുന്നത്. ഈ മൈദയ്ക്ക് പകരം നമുക്ക് ഗോതമ്പ് പൊടി ഉപയോഗിക്കാം കേട്ടോ. ഈ കൂട്ടിന് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുള്ള അമൃതം പൊടിയുടെ മിക്സിലോട്ട് ഒഴിച്ചു കൊടുക്കാം. നമുക്ക് ഈ അമൃതം പൊടിക്ക് പകരം അരിപ്പൊടി ഇട്ടും ഇതുപോലെ തന്നെ ചെയ്യാവുന്നതേ ഉള്ളൂ കേട്ടോ. ഇപ്പോൾ അമൃതം പൊടി കയ്യിലില്ലെങ്കിൽ നിങ്ങൾ ഇത് തന്നെ അരിപ്പൊടി ഇട്ട് ചെയ്യാം കേട്ടോ. ഇപ്പോൾ രണ്ടും കൂടി ഞാൻ മിക്സ് ചെയ്ത് നന്നായി ഇളക്കി കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിനെ അരിച്ചെടുക്കണം. ഞാൻ 1-2 പ്രാവശ്യം നമുക്ക് നന്നായിട്ടൊന്ന് അരിച്ചെടുക്കാം. അപ്പോൾ അതിൻ്റെ ഒരു നാരൊക്കെയുള്ളത് പോയി കിട്ടും. ഇനി ഒരു പ്രാവശ്യം കൂടി അരിച്ചെടുക്കാവേ. അപ്പം നമ്മളുടെ ബാറ്റർ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് തയ്യാറാക്കാൻ സ്റ്റാർട്ട് ചെയ്യാം. അപ്പം ഞാനൊരു പാൻ കയറ്റി വെച്ചിട്ടുണ്ട്. ഞാനൊരു പാൻ ഇപ്പോൾ ഇച്ചിരി വട്ടത്തിലുള്ള പാൻ എടുത്താൽ, നിങ്ങൾ ഇച്ചിരി കുഴിയുള്ള പാൻ എടുക്കുകയാണെങ്കിൽ കുറച്ചും കൂടി നിങ്ങൾക്ക് എളുപ്പമായിരിക്കും കേട്ടോ. ഇതിലോട്ട് നമ്മുടെ ഈ ബാറ്റർ ഒഴിച്ചു കൊടുക്കുകയാണ്. തീ ഒരു ലോ ടു മീഡിയം ഫ്ലെയിമിൽ ഇടാനായിട്ട് വിട്ടുപോകരുത്. നമ്മൾ ഒരിക്കലും ഇത് തീ കൂട്ടി ഇടരുത് കേട്ടോ. ഇത് നന്നായിട്ട് ഇളക്കി ഇതൊന്ന് സെറ്റായി വരണം. ഒന്ന് കുറുകി വരുന്നത് വരെ കൈ എടുക്കാതെ ഇളക്കി കൊടുക്കണം. ഞാനിതിലോട്ട് പഞ്ചസാരയാണ് ഇട്ട് കൊടുക്കുന്നത്. നിങ്ങൾക്ക് നമ്മുടെ ശർക്കര ഇട്ട് കൊടുക്കണമെങ്കിൽ അങ്ങനെ ഇട്ട് കൊടുക്കുക. അപ്പോൾ കുറച്ചും കൂടി കളറൊക്കെ കിട്ടും കേട്ടോ. ശർക്കര ആയിരിക്കും കുറച്ചും കൂടി കളർ കിട്ടാനൊക്കെ നല്ലത്. അപ്പോൾ ഉരുക്കി ഇതിലോട്ട് ഒഴിച്ചാൽ മതി. ഉരുക്കി ചൂടോടെ ഒഴിക്കരുത്, ചൂട് ആറിയ ശേഷം വേണം ഒഴിക്കാനായിട്ട്. ഞാനിപ്പം പഞ്ചസാര ഇട്ട് കൊടുത്തിരിക്കുകയാണ്. ഇനി ഒരു 1/2 ടീസ്പൂണോളം ഏലക്കാപ്പൊടിയും കൂടി ഇതിലിട്ട് കൊടുക്കാം, നമ്മളുടെ ഫ്ലേവറിന് ആവശ്യമായിട്ടുള്ള പൊടി. ഞാനിപ്പോൾ ഓൾറെഡി പഞ്ചസാര ഏലക്കാപ്പൊടിയും കൂടി പൊടിച്ച് വെച്ചതാണ്, അതുകൊണ്ടാണ് ഒരുമിച്ച് ഇങ്ങനെ ഇട്ട് കൊടുത്തത് കേട്ടോ. നിങ്ങൾ പഞ്ചസാര ഇടുകയാണെങ്കിൽ ഏലക്കാപ്പൊടി സെപ്പറേറ്റ് ഇടുക, അത് പൊടിക്കണമെന്നൊന്നുമില്ല കേട്ടോ. ഇതൊന്ന് കുറുകി വരട്ടെ. കൈയെടുക്കാതെ ഇളക്കി കൊടുക്കണം. ലോ ടു മീഡിയം ഫ്ലെയിമിൽ, ആദ്യമൊക്കെ ഒരു മീഡിയം ഫ്ലെയിമിൽ ഇട്ടാലും കുഴപ്പമില്ല. ഒന്ന് കുറുകി തുടങ്ങിക്കഴിഞ്ഞാൽ ലോ ടു മീഡിയം ഫ്ലെയിമിലോട്ട് ഫ്ലെയിം മാറ്റണം. ഇതൊന്ന് കുറുകി വന്നിട്ടുണ്ട്. ഈ സമയത്ത് ഞാനിതിലോട്ട് 1 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഞാനിതിൽ മൊത്തം ഒരു 3 ടേബിൾ സ്പൂണോളം നെയ്യാണ് ഇട്ട് കൊടുക്കുന്നത്. നമുക്ക് ഇടയ്ക്കിടയ്ക്കായിട്ട് ഇട്ട് കൊടുക്കാം. ഈ നെയ്യൊക്കെ ഒന്ന് കുറുകി വരട്ടെ. കൈ മാറ്റാതെ ഇളക്കി കൊടുക്കണം കേട്ടോ. ഒന്നും കൂടി കുറുകി വന്നിട്ടുണ്ട്. കുറച്ചും കൂടി നെയ്യ് ഇട്ട് കൊടുക്കാം. നന്നായിട്ട് ഇളക്കി കൊടുത്തുകൊണ്ടേയിരിക്കണം കേട്ടോ. നമുക്ക് ഈ ബാറ്റർ നമ്മുടെ ഈ പാനിൽ നിന്ന് വിട്ട് വരുന്ന സമയം വരെ നമുക്കൊന്ന് ഇതുപോലെ ഇളക്കി കൊടുക്കണം. പെട്ടെന്ന് തന്നെ ആവും, ഒരു 10-15 മിനിറ്റിനുള്ളിൽ നമുക്ക് തയ്യാറാക്കി എടുക്കാവുന്നതേ ഉള്ളൂ കേട്ടോ. അപ്പം ചെറുതായിട്ട് വിട്ട് തുടങ്ങിയിട്ടുണ്ട്. നമ്മുടെ ഈ എന്താ പറയുക, തവീനോട് ചേർന്ന് തന്നെ കിടന്ന് കറങ്ങുന്ന രീതിയിലോട്ട് ഇതായി കിട്ടും. ഇപ്പോൾ കണ്ട കുറേയൊക്കെ ശരിയായിട്ടുണ്ട്. കുറച്ച് നേരം കൂടി വെയിറ്റ് ചെയ്യാം.
അപ്പം ഞാൻ 3 ടേബിൾ സ്പൂണും നെയ്യ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പം നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവുമല്ലോ, നന്നായിട്ട് പാനിൽ നിന്ന് വിട്ട് വന്ന് ഈ ഒരു കൺസിസ്റ്റൻസിയിലെത്തണം. ഈ സമയത്ത് ഞാനൊരു പാത്രത്തിന് കുറച്ച് നെയ്യ് തടവി വെച്ചിട്ടുണ്ട്, അതിലോട്ട് ഒഴിച്ചു കൊടുക്കുകയാണ്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഷേപ്പിലുള്ള പാത്രത്തിലോട്ട് വെച്ച് കൊടുക്കാം. ഞാനിപ്പോൾ വട്ടത്തിലെടുത്തേ ഉള്ളൂ എളുപ്പത്തിന് വേണ്ടിയിട്ട്. ഇനി ഒരു നെയ്യ് തടവിയ ഒരു സ്പൂൺ വെച്ചൊന്ന് തടവി കൊടുത്താൽ പെട്ടെന്ന് തന്നെ മുകൾ ഭാഗത്ത് ഷേപ്പാക്കി കിട്ടും. ഇതൊന്ന് തണുക്കാൻ വേണ്ടി വെയിറ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ തണുത്ത് കഴിഞ്ഞിട്ടുണ്ട്. അതിൻ്റെ സൈഡ് ഇങ്ങനെ കത്തി വെച്ച് ചെയ്യണമെന്നൊന്നുമില്ല, അല്ലെങ്കിൽ തന്നെ പെട്ടെന്ന് നമ്മൾ നെയ്യൊക്കെ ഇട്ട് കൊടുത്തുള്ളത് പെട്ടെന്ന് തന്നെ ഇങ്ങനെ വിട്ട് കിട്ടും കേട്ടോ. കണ്ടോ, അടിപൊളി. ഇപ്പം ഞാനിപ്പം പഞ്ചസാര ഇട്ട് ചെയ്തുകൊണ്ടാണ് ഈ ഒരു കളർ വന്നത്. നിങ്ങൾ ശർക്കര ഇട്ട് ചെയ്യുകയാണെങ്കിൽ കുറച്ചും കൂടി ഡാർക്കായിട്ട് കിട്ടും കേട്ടോ. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരപ്പാണ് തയ്യാറായിട്ടുള്ളത്. നല്ല ടേസ്റ്റാണ്, കുട്ടികൾക്കൊക്കെ ഒത്തിരി ഇഷ്ടപ്പെടും. നിങ്ങളെല്ലാവരും തന്നെ ട്രൈ ചെയ്ത് നോക്കണം. ഇപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ആ ബെൽ ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യാനും കൂടി വിട്ടുപോകരുത് കേട്ടോ. അപ്പോൾ അടുത്ത ദിവസം നല്ലൊരു റെസിപ്പിയുമായി ഞാൻ വേഗം വരാം. താങ്ക് യു.